Hello, good morning. Good morning, ma'am. ജെറി മാത്രമുള്ള ലൈവ് ക്ലാസ്സിൽ ഏകദേശം എത്ര കുട്ടികൾ കയറാറുണ്ട്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. രണ്ടുപേര് അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ 6 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് 5ആയി, പിന്നെ 2ആയി, പിന്നെ 3ഒക്കെ ഉള്ളൂ. ഭയങ്കര ശോകമാണല്ലോ. അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഈ ഒരു ബാച്ചില് അതായത് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ബാച്ച് ആയതുകൊണ്ട്, ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് അടുത്ത പുതിയ ബാച്ചിലേക്ക് കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നമ്മള് എന്ത് സംഭവം തുടങ്ങുമ്പോഴും ആദ്യത്തെ ബാച്ച് അല്ലെങ്കിൽ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിഗിനിങ്ങില് വളരെ എന്താ പറയാ ബേസിക് ലെവലിലായിരിക്കും ഉണ്ടാകുക. കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് ഏത് ബിസിനസ് ചെയ്താലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ. തുടക്കമൊക്കെ അങ്ങനെ. പിന്നെ കുറച്ചെങ്കിലും കഴിയുമ്പോഴാണ്, പിന്നെ മാത്രമല്ല പിന്നെ കോഴ്സുകളൊക്കെ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടുക. ഓക്കെ, അപ്പൊ അതായിരിക്കും കാരണം, അതൊരു റീസൺ ആണ്. ഇപ്പൊ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് സ്റ്റുഡൻസിന്റെ നമ്പർ കുറവാണ്. പക്ഷെങ്കിലും നമ്മളിങ്ങനെ ഒരു ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി വെക്കുന്നത് 5 ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള ഇതിന്റെ റെക്കോർഡ് വീഡിയോസ് കാണുന്നവരുണ്ടാവും. കാരണം ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പോ അവർക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. മേ ബി വർക്കിംഗ് ആയിരിക്കാം, ചില ആളുകൾക്ക് ചിലപ്പോ കുഞ്ഞു പാവകളൊക്കെ ഉണ്ടായിട്ട് അവരെ നോക്കേണ്ടതായിരിക്കാം, വീട്ടിലെ വെച്ച് ജോലി ഭാരങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ റീസൺ ആയിരിക്കുമല്ലോ. അത് വെറുതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരോടുകൂടി ഞാൻ ഒരു ഒറ്റ റിക്വസ്റ്റ് മാത്രമേ ഞാൻ പറയാം. റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ 10:30 മണിക്ക് വൺസ് ഇൻ എ വീക്ക്, മീൻസ് ഓൺ വെനസ്ഡേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ വെച്ചിരിക്കുന്നത് വെനസ്ഡേ ആണ്. അപ്പൊ ആ വെനസ്ഡേ ക്ലാസ്സില് ജസ്റ്റ് 10:30 ആ 10:30 എന്താ പറയാ 25 തുടങ്ങി ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടില് കുട്ടികൾ വരട്ടെ എന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തിട്ട് നമ്മൾക്ക് ഓപ്പൺ ആക്കാമല്ലോ, വീഡിയോ അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ ഓൺ ആക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോ കറക്റ്റ് 10:30 അഞ്ജലി മാത്രം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ അഞ്ജലി അവിടെ കണ്ടു ഞാൻ. പക്ഷെ ഒരു 2 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്തു. ഇനിയും കുട്ടികൾ വരാനുണ്ടാകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ലൈവില് നിങ്ങളുടെ ലൈവ് ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ തമ്മിൽ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിരുന്നു അല്ലെ അഞ്ജലി? ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങളെ കാണുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മാമിനെ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസത്തെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതും അത് എന്താണെന്നുള്ളതും മനസ്സിലാക്കി തന്നതും മാമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സ് എടുക്കുന്ന ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇട്ട് തരുമ്പോ സിലബസ് അനുസരിച്ച് അവരുടെ ടോപ്പിക് ഇട്ട് തരുമ്പോ ആ ടോപ്പിക്സിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് അല്ലെ, സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർത്തത്. അതല്ല എങ്കിൽ ആ റെക്കോർഡ് ക്ലാസ് മാത്രം കൊടുത്താൽ മതി എന്ന് വിചാരിക്കാം. അതായത് ഓരോ ആ സിലബസിൽ നിങ്ങളുടെ HPയുടെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ആ കോഴ്സിന്റെ ഓരോ ദിവസവും നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാത് 1 അവറിന്റെ ക്ലാസ് ആയിട്ട് ഹാഫ് ആൻ അവറിന്റെ 2 സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നാൽ നമ്മുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി അങ്ങനെ കഴിഞ്ഞു. പക്ഷെ അതൊരു ശരിയായ ഏർപ്പാടല്ല. ബിക്കോസ് ഈ കുട്ടികൾ അവരെയും നമ്മൾ പഠിപ്പിക്കാറ്. നമ്മൾ ഒരു ടീച്ചറെ സംബന്ധിച്ച് ദേ ആർ അവർ സ്റ്റുഡൻസ് അല്ലെ. ഒരു എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അവർ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ആ കുട്ടികളെ ഇങ്ങനെ നമ്മുടെ മുഖം നോക്കി കാണാതെ ഒരു റേഡിയോ പോലെ നമ്മളിങ്ങനെ പറയുന്നത് മുഴുവൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവർക്ക് ആ പഠിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളില് ഏതെങ്കിലും തരത്തില് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്നില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ ഇങ്ങനെ ഒരു രീതിയുടെ അതിനകത്ത് കൊണ്ടുവരാമെന്ന് നമ്മൾ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്ത് ആ ഒരു ലൈവ് ക്ലാസ് എന്ന് പറയുന്ന വൺസ് ഇൻ എ വീക്ക് ഒരു സെഷൻ കൂടി നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും.
മനസ്സിലായി. അപ്പൊ കുട്ടികൾക്ക് എന്താണ് ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ടീച്ചേഴ്സ് റെക്കോർഡ് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് അതിന്റെ PDF ഉണ്ട്, PDF നിങ്ങൾക്ക് ബാക്കില് ടിവിക്കകത്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ തന്നെ അതൊക്കെ അങ്ങനെ ഐഡിയ ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും അത് ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ്. അത് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറെ ഇത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നിങ്ങൾ ആ എടുക്കുന്ന ഭാഗം ഏതാണ് അത് കൃത്യമായിട്ട് സ്ക്രീനിന്റെ ബാക്ക് സ്ക്രീനിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നു, ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എന്റെ നിങ്ങളുടെ കയ്യിൽ PDF ഓൾറെഡി ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ വെച്ച് പഠിക്കുന്നു, റെഫർ ചെയ്ത് കൂടി നോക്കുന്നു. അപ്പൊ ഓക്കെ, എല്ലാം മനസ്സിലായി. പക്ഷേ എങ്കിലും ഈ റെക്കോർഡ് ക്ലാസ്സുകൾ ടീച്ചേഴ്സിന് പറയുമ്പോൾ ചില പോയിന്റിലോ ചില കാര്യങ്ങളോ നിങ്ങൾക്ക് ചിലപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് ചിലപ്പോ എന്താ പറയാ ഒപ്പീനിയനിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംശയം പോലെ തോന്നാം, അയ്യോ അങ്ങനെയല്ലോ ഇങ്ങനെയാണോ എന്നൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ തോന്നാം അല്ലെ? നമുക്കറിയാം നമ്മുടെ എല്ലാവരും ഡിഫറെന്റ് അല്ലെ? ടീച്ചേഴ്സ് എനിക്ക് എന്റെ ഐഡിയാസ് എന്റെ ബുദ്ധി എന്റെ രീതിയിലാണ്. പക്ഷെ നമ്മളെക്കാൾ ചിലപ്പോൾ കൂടുതൽ വേറെയും കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുകയും പുതിയ ഐഡിയാസ് കൊണ്ടുവരികയും ചെയ്യുന്ന ഒത്തിരി ഷാർപ്പ് ഐഡിയാസും ഷാർപ്പ് ഇന്റലിജൻസും ഉള്ള കുട്ടികളും നമ്മുടെ ഇടയിലുണ്ട് ഇല്ലേ? ചിലപ്പോ ആ തിങ്കിങ്ങിൽ വേ ഓഫ് തിങ്കിങ്ങിലൊക്കെ വ്യത്യാസമുള്ളവരുണ്ട്. അപ്പൊ അവർ ചോദിക്കും ഇങ്ങനെ ആയാൽ എന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം. ആ ചോദ്യങ്ങൾക്ക് നമുക്കൊരു ഉത്തരം കൊടുക്കണ്ടേ? അങ്ങനെ ആ ചോദ്യങ്ങൾക്ക് നമുക്കൊരു ഉത്തരം കണ്ടെത്തണ്ടേ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് ക്ലാസ് വെച്ചിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ആ ലൈവ് ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിൽ സ്ട്രെങ്ത് വളരെ കുറവാണെന്ന് ടീച്ചേഴ്സും ഞാൻ വരുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കും, എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു? അത് വെറുതെ വിടുകയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരേ ക്ലാസ് തന്ന് നിങ്ങൾ ആ വഴിക്ക് വിടുകയില്ല. അതിന്റെ ഓരോ ലൈവ് ക്ലാസ് വരുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കും അവരോട് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ലൈവില്. നമ്മൾ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നത് വളരെ പ്രൊഡക്റ്റീവ് ആക്കാനാണ്. അപ്പൊ അതിന് ഒരു നല്ല റിസൾട്ട് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യണമായിരിക്കും നല്ലത് അല്ലെ? അങ്ങനെ ഒരു ലൈവ് ക്ലാസ് അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അങ്ങനെ ചിന്തിക്കും. അപ്പൊ അത് ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതകളുണ്ട് അല്ലെ? ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ 1 മണിക്കൂർ, എന്നെ സംബന്ധിച്ച് എന്റെ മുമ്പിൽ ഒരു കുട്ടിയാണെങ്കിലും 100 കുട്ടിയാണെങ്കിലും 500 കുട്ടികളാണെങ്കിലും ഞാൻ എടുക്കേണ്ട എനർജി ആ എനർജി തന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറയും. അതെന്റെ ഒരു നേച്ചറാണ്. അത് ഞാൻ അങ്ങനെ അയ്യൊന്നും കുട്ടികളുണ്ട് എന്താ പറയാനെന്ന് പറഞ്ഞ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കില്ല. എനിക്ക് പറയാനുള്ള ഞാൻ പറയും. മനസ്സിലായോ? അതെന്റെ ഒരു നേച്ചറാണ്. അപ്പൊ എല്ലാവർക്കും ആ നേച്ചർ കാണുമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഒരു കുട്ടീനെ കാണുമല്ലോ, ഇത്രയും കുട്ടികളുള്ള ഇത് പെട്ടുപിടിക്കാനാ ഒന്ന് നമ്മളൊന്ന് ഡൗൺ ആയി പോകും അല്ലെ? പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ 1 മണിക്കൂറും എന്റെ മുമ്പിൽ ഇരിക്കുന്ന അഞ്ജലിയുടെ 1 മണിക്കൂറും വാല്യൂബിൾ തന്നെയാണ് അല്ലെ? അല്ലെ അഞ്ജലി? ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇന്ന് എന്താ പറയാ, ഞാൻ വന്നത് എന്താണെന്ന് പറയാം, എന്ന് കഴിഞ്ഞിട്ട് പറയാം. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞേക്കാം. എന്താ ഞാൻ വന്നേ ക്ലാസ് പഠിപ്പിക്കണല്ലോ ഞങ്ങൾക്ക്, ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്ത് നോക്കി പിന്നെ എന്തിനു വന്നു എന്നുള്ള ചോദ്യവും അഞ്ജലിയുടെ മനസ്സിലുണ്ടാവും. അത് ഞാൻ ദിവസം പറയാം. പക്ഷെ അതിന് മുമ്പ് ഇതൊന്ന് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക. നിങ്ങൾ ആ 10:30 വേറെ പറയുവാണ്. നിങ്ങൾ ചിലപ്പോൾ വർക്കിങ്ങിലായിരിക്കാം, നമ്മൾ എന്തായാലും ഒരു കോഴ്സ് പഠിക്കാൻ ചേർന്ന് അല്ലെ? നിങ്ങൾ വർക്കിംഗ് സമയത്തായിരിക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇന്ന് നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മുടെ ഫിംഗർ ടിപ്പിൽ നമുക്ക് ഇതിനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വർക്കിംഗ് പ്ലേസിലായിക്കോട്ടെ, ആ വർക്കിംഗ് പ്ലേസിൽ 10:30 ജസ്റ്റ് ഒന്ന് ഒരു 5 or 10 minutes ഒന്ന് ജോയിൻ ചെയ്തിട്ട് അല്ലെ കിച്ചണിൽ എന്തെങ്കിലും അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കാം, അത് ഓണാക്കി അവിടെ വെച്ചിട്ട് ഓണാക്കി വെച്ചോ. അപ്പൊ ടീച്ചർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇപ്പൊ കുട്ടിയാണെങ്കിലും അതൊന്ന് ലൗഡ് സ്പീക്കറിൽ ഇട്ട് ഒന്ന് കേട്ട് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അടുത്ത പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നൊന്ന് ആദ്യമേ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. എന്നിട്ട് ആ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറെ എനിക്ക് ആ പഠിപ്പിച്ച ഭാഗത്തുനിന്ന് അപ്പൊ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു, അപ്പൊ അതെന്താണെന്ന് ഇട്ട് കൊടുക്കുക. ടീച്ചർക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? അപ്പൊ ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു എവറി വൺ. അപ്പൊ ആ റെക്കോർഡ് ക്ലാസ് കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ ആർക്കും ചോദിക്കണമെന്നുണ്ടായില്ലോ, പഠിച്ചിട്ട് ചോദിക്കാഞ്ഞതോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞതോ കാരണമായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? എവിടെയായിരുന്നാലും ആ 10 മണിക്ക്, അതായത് വെനസ്ഡേയില് 10:30 എന്ന് പറയുന്ന ഒരു സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും റെക്കോർഡ് ക്ലാസ് കാണുന്നവരോടാണ് പറയുന്നത്, നമ്മളിത് റെക്കോർഡ് ചെയ്യാണ്, നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ജോയിൻ ചെയ്യുക. ആ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അയ്യോ ഇനിയും സമയമില്ല, എനിക്ക് പെട്ടെന്ന് ലീവ് ചെയ്യണം, അതിന്റെ സൊല്യൂഷൻ ടീച്ചറിൽ നിന്ന് ആൻസർ കിട്ടാനായിട്ട് എനിക്ക്
എന്താ പറയാ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നാണെങ്കിലും ടീച്ചറോട് പറയാം ബോസെ ഞാനിങ്ങനെ ലീവ് ചെയ്യാണ്, അത് അവരുടെ ഡൗട്ട് ഉള്ളതുകൊണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് മിസ് പറഞ്ഞോ, ഞാനത് റെക്കോർഡ് കേട്ടോളാം. യു ഹാവ് ദ ഓപ്ഷൻ അല്ലെ, റെക്കോർഡ് കാണാൻ നിങ്ങൾക്ക് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ, അതും നിങ്ങൾക്ക് അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു. അപ്പൊ ആ 10 മണിക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് ടീച്ചറിനെയും കണ്ട് ടീച്ചർ കുട്ടികളെയും കണ്ട് ഒന്ന് പോയിക്കോട്ടെ, മനസ്സിലായോ? എന്നിട്ട് ലീവ് ചെയ്തോ, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യട്ടെ. അതല്ലേ ശരി? അത് ശരിയായ രീതിയാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അയ്യോ ടീച്ചർ എന്ന് പറഞ്ഞാൽ സമയമില്ല അല്ലേ ഞങ്ങൾ കയറാത്തെ എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് എവിടെയായിരുന്നാലും നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമല്ലോ. ഫോണുകൾ ഉണ്ടെന്ന് നമ്മുടെ കയ്യില്, ഫോണിലാണ് നിങ്ങൾ മെജോറിറ്റി സ്റ്റുഡൻസും ഇത് ചിലപ്പോൾ കാണുക. കുറച്ച് പിള്ളേർ മാത്രമേ ചിലപ്പോ കമ്പ്യൂട്ടറിലോ ലാപ്പിലോ ചിലപ്പോ ക്ലാസ്സിൽ കാണുന്നുണ്ടാവുള്ളൂ വീട്ടിലിരുന്ന്, അല്ലെ? അപ്പൊ ഈ ഫോണിൽ ആ ലിങ്ക് കൂടി ഒന്ന് എപ്പോഴും കയ്യിലിരിക്കല്ലേ, ഫോണിലൂടെ ആ ലിങ്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിടുക. അപ്പൊ നമ്മൾ പുറത്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാനോ നമുക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് കേൾക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയധികം സാധ്യതകളുള്ള ഒരു സമൂഹത്തിൽ, ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്കത് കയറാൻ പറ്റുന്നില്ല എന്ന് ഉള്ള ഒരു ചോദ്യം. അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു അവസരം നമ്മളിങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്തില്ലായെങ്കിൽ അതിന്റെ എന്താ പറയാ, ഇപ്പൊ നിങ്ങളും ഞങ്ങളും തമ്മിലൂടെ അടുപ്പില്ല, കുറെ പിള്ളേരുണ്ട്, അവരൊക്കെ ഇരുന്ന് നമ്മുടെ ക്ലാസ് കേൾക്കേണ്ട ആ ഒരു മട്ടായിരുന്നു. പക്ഷെ നമ്മൾ തമ്മിലൊരു എന്താ പറയാ, ഒരു ടീച്ചർ സ്റ്റുഡന്റ് ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട്, അല്ലെ? അപ്പൊ ഞങ്ങൾ ഇത്ര ദിവസം ഒരു വീക്ക് മുഴുവൻ നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ കുട്ടികളെ കാണുന്നില്ല, പക്ഷെ എന്റെ ഉള്ളിൽ അറിയാം എനിക്ക് എന്റെ കുട്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നത് കാണുന്നുണ്ട്, അവരത് ശ്രമിക്കുന്നുണ്ട്, അല്ലെ, അവരത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യം വരും. ആ ബോധ്യത്തിലാണ് ഈ റെക്കോർഡിങ്ങിന് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. അത് എടുക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ടീച്ചേഴ്സ് ചോദിക്കുന്നല്ലോ അതിന്റെ ഇടയിൽ, അല്ലേ മനസ്സിലാകുന്നില്ലേ, ഇല്ലേ കുട്ടികളെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കലില്ലേ? അല്ലാതെ വെറുതെ വായിച്ചു പോകുന്നല്ലോ. അപ്പൊ അതെന്താ അവർ ചോദിക്കുന്നത്? ചില ആൾക്കാർ വിചാരിക്കും ആരിയിരിക്കില്ല, എന്തൊക്കെ ഈ ചോദിക്കണേ, ആരോടായി ചോദിക്കണേ എന്ന് നമുക്ക് അത് തോന്നും മറ്റുള്ളവർ ചോദിക്കുമ്പോൾ. പക്ഷെ നമുക്കതല്ല, എന്റെ മുമ്പില് ഞാൻ എന്റെ എന്താ പറയാ ഉള്ളിലെ ഒരു ഇൻസൈറ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കാണ് എന്റെ സ്റ്റുഡൻസ് അവിടെ എന്നെ ശ്രമിക്കുന്നുണ്ട്. സോ അവർക്ക് ഡൗട്ടുകൾ ഇല്ലാത്ത രീതിയിൽ ഞാൻ എന്റെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കണം. ആൻഡ് അങ്ങനെയൊക്കെ ചെയ്തിട്ടും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ ആ അവസ്ഥകളാണ്. മനുഷ്യന് ഓരോ ദിവസവും ഓരോ മൂഡ്സ്വിങ്സും ഉണ്ട്, അല്ലെ, ഓരോ സമയങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് നമ്മളെടുക്കുന്ന ക്ലാസ്സുകൾ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ചില ദിവസമൊക്കെ ചില ഡൗൺ ആയിട്ടൊക്കെ ചിലപ്പോൾ പോകും ടീച്ചേഴ്സ്. എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. സോ ദാറ്റ് അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ ക്ലിയർനെസ് കുറവുണ്ടാകും. അപ്പൊ നമുക്ക് ടീച്ചർ അതൊന്നും ക്ലിയർ തരുമോ എന്ന് ചോദിക്കാം. അപ്പൊ ആ ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ലൈവ് ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത നെക്സ്റ്റ് വീക്ക് മുതൽ, നെക്സ്റ്റ് വെനസ്ഡേ ഈ റെക്കോർഡ് കാണുന്നവരെ എല്ലാവരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് കയറുക, ടീച്ചറെ ഒന്ന് തലയൊക്കെ കാണിച്ച് ടീച്ചറെ പഠിപ്പിച്ചതൊക്കെ ഓക്കെയാണ്, ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാട്ടോ, പിന്നെ ഞാൻ ഏതെങ്കിലും ഡ്യൂട്ടിയിലാണ്, അപ്പൊ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിക്കോ. എന്ത് സന്തോഷമായി. എന്നാലും ആ കുട്ടികൾ അത് ഓർത്തിരുന്ന് ആ ക്ലാസ്സിൽ കയറി നമ്മളൊന്ന് ജസ്റ്റ് കാണാൻ വന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാലോ. അല്ലെങ്കിൽ വിചാരിക്കും ഈ പിള്ളേരോട് ഇത്ര പറഞ്ഞിട്ട് ഇവര് യാതൊരു രീതിയിലും ആ ഒരു എന്താ പറയാ ഇതിൽ ഒരു ചേഞ്ച് പറ്റിയിട്ടില്ല. ഈ കയറുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി 3 കുട്ടി മാത്രം ഇന്നും കയറുന്നു, ബാക്കിയുള്ളവര് അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഇത്രയും എഫേർട്ട് എടുത്ത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇനിയും റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്കില് വെനസ്ഡേയില് എല്ലാ സ്റ്റുഡൻസ് നമ്മുടെ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് ഇപ്പൊ സ്മാർട്ട് സിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വളരെ വിരലിൽ നിന്നാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് ബാച്ചില്. അടുത്ത ബാച്ച് കൂടി ഞങ്ങൾ HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ബാച്ചില് ഐ തിങ്ക് ഒരു 100-നേക്കാൾ താഴെയായിരുന്നു കുട്ടികൾ. പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് കയറി 500 ഈവൻ 900 സ്റ്റുഡൻസ് ഉള്ള ബാച്ച് ഇപ്പൊ റണ്ണിങ് ആണ്. ഒരു ബാച്ചില് ഒറ്റ ബാച്ചിൽ തന്നെ 900 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ബാച്ചിൽ HA. അങ്ങനെ ഓരോ കോഴ്സിലും അങ്ങനെയുണ്ട്. ആദ്യത്തെ ഒറ്റ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, കാരണം ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് വരും. അപ്പൊ നിങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളൂ, നമ്മളിപ്പോ ഓൺലൈനാണ്. ഒരു ക്ലാസ് നിറച്ചു വരുന്ന സ്റ്റുഡൻസിനെ കണ്ടിട്ട് ഇവിടെ പിള്ളേര് കുറവായി, ഇവിടെ മാറി വേറെ സ്ഥലത്ത് പഠിക്കുക അങ്ങനെ നോക്കണ്ട. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അവിടെ നമുക്ക് ഒരു കുട്ടിയാണെങ്കിലും 2 കുട്ടിയാണെങ്കിലും അവിടെ നമുക്ക് അതിനെ ഒരു വ്യത്യാസമില്ല. കാരണം നമ്മൾ ഇവിടെ ഇരുന്നിട്ടും നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇരുന്നിട്ടും അവിടെ ക്ലാസ്സുകൾ കേൾക്കുന്നത്. ഓക്കെ, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അതിലൊന്നും കാര്യമില്ല. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താ? ഈ കോഴ്സ് ഭംഗിയായി നല്ല രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക.
പഠിക്കാതെ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല കാര്യമാണ്. എന്തായാലും നമ്മൾ പഠിച്ചിട്ട് തന്നെ അല്ലെ, ഇതിപ്പോ റെക്കോർഡാണ്, നാളെ കാണാം, ബാക്കി മറ്റന്നാൾ കാണാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ എന്തെങ്കിലും തരത്തില് നമ്മളൊന്ന് പതുക്കെ എന്താ പറയാ ലേസിനെസ് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇത് അവിടെ കൂടി കൂടി കിടക്കും. നമുക്ക് പിന്നെ കുറെ ആയിട്ട് ഇത് മുഴുവൻ ഇനി കാണണ്ട, വേണ്ട അടുത്ത ദിവസം വരെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ കാണാം എന്നൊക്കെ. അങ്ങനെ പോയി വെറുതെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഡ്യൂറേഷൻ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഏതെങ്കിലും സ്ഥലത്ത് ഇന്റർവ്യൂവിൽ പോകുമ്പോഴായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരാം അല്ലേ. ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല, അവർ ചെല്ലുമ്പോ നമ്മളോട് കുറെ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ എന്താ പറയാ, നമ്മൾ ഹോസ്പിറ്റാലിറ്റി ടൂറിസം എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണോ അതിന്റെ സിലബസിനകത്തുള്ള അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ അയ്യോ ഞങ്ങൾ ഇതൊക്കെ ഓൺലൈനാ പഠിച്ചേ എന്ന് പറഞ്ഞ കാര്യമില്ല. learning അല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, വാട്ട് യു ലേൺ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലേ, അതല്ലേ ശരി എന്നുള്ളതാണ്. അപ്പൊ പഠിക്കുന്നത് വൃത്തിയായി പഠിക്കുക. എന്തായാലും നമ്മൾ തുന്നിയിറങ്ങി അല്ലെ, ഏതായാലും നല്ലൊരു ബിരിയാണി വിളിച്ചു കയറാണെന്നുള്ള മട്ടായിരിക്കണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് അതിനുള്ള ലക്ഷ്യം നമുക്ക് ബുദ്ധി നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മൾ അത് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ കാര്യം, ഉത്തരവാദിത്വം അല്ലെ. അപ്പൊ അതിലേക്ക് എല്ലാവരും വരണം. ഇത് ഇവിടെ കേൾക്കാനായിട്ട് അഞ്ചില് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിലും ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ റെക്കോർഡ്സ് കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇനി അടുത്ത ആഴ്ച തുടങ്ങി ലൈവിൽ കയറുക. അപ്പൊ ഒരു മണിക്കൂർ നമ്മളിപ്പോ ചിലപ്പോ ഇല്ലേ, അതുകൂടി ഞാൻ ചേർത്ത് പറയാം. ഇവിടെ ഇപ്പോ ഇനി പറയാൻ പോകുന്ന റീസൺ എന്ന് പറയുന്നത് വൈ ഐ എന്റർ ദ ക്ലാസ് നൗ ടുഡേ. ഇതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ വന്നു എന്നുള്ളതിന് പറയാൻ മറുപടി ആതിര മിസ്സും അശ്വതി മിസ്സും ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന തരുന്നത് അല്ലെ. അവർ രണ്ടുപേരുമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് ഞാൻ കയറിയതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ആതിര മിസ്സിന്റെ കുറച്ച് വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇച്ചിരി അതിന് പനിയൊക്കെ ഇച്ചിരി നന്നായി കൂടിപ്പോയി, വേറെ ഏതോ പനിയൊക്കെ ആയിട്ട് മാറി. അപ്പൊ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പൊ അത്ര ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് ആൾക്ക് ഇന്നലെയൊക്കെ വന്നിട്ടില്ല കുട്ടി. അപ്പൊ ആതിര മിസ് വന്നില്ല. പിന്നെ ഉള്ളത് അശ്വതി മിസ്സാണ്. അശ്വതി മിസ്സിന് അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി ആതിര മിസ്സിന് പകരം കയറ്റാമെന്ന് വെച്ചാലും അശ്വതി മിസ്സിന് ഫസ്റ്റ് അവർ ഓൾറെഡി വേറെ ക്ലാസ് ഉണ്ട്, ടൈം ടേബിൾ പ്രകാരം വേറെ ക്ലാസ് ഉണ്ട്. ടീച്ചർക്ക് അവിടെയും പോകേണ്ടി വന്നു എന്നിട്ടും അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് രണ്ട് ക്ലാസ് കൊടുക്കണ്ട, ഇന്ന് 2 ടീച്ചേഴ്സും ഇല്ല. കാരണം മറ്റേ അശ്വതി ടീച്ചറിന്റെ ക്ലാസ് നമ്മള് എടുക്കാൻ പറ്റില്ല, കാരണം ആളുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇടാനായിട്ട് വേറെ ക്ലാസ്സിൽ ഓൾറെഡി ക്ലാസ് കൊടുക്കാം. അപ്പൊ മൊത്തം ടൈം ടേബിൾ പൊളിയും അല്ലേ. അപ്പൊ അതുകൊണ്ട് ടീച്ചറെ പറ്റില്ല, ആതിര മിസ് ലീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇന്നിപ്പോ ലൈവ് കൊടുക്കണ്ട, കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, ആകെ 1-2 പിള്ളേരല്ലേ കയറുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചോ? സ്മാർട്സിനെ അങ്ങനെ ചിന്തിക്കൂല, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കൂല. ഞങ്ങൾ സ്മാർട്ട് ആണ്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഇരിക്കില്ല ഒരാള് അല്ലേ, കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ ഫാമിലിയോട് വിളിച്ചിട്ട് പറഞ്ഞു 2 ക്ലാസ്സുകളായിട്ട് എന്തായാലും നമ്മൾ ലൈവ് എടുത്ത് കൊടുക്കുന്നതല്ലേ വീക്കിലി. ആ വീക്കിലി വൺസ് ആണ് കുട്ടിക്ക് ഒന്ന് കാണുന്നത്, അവരൊക്കെ ഒന്ന് കാണാം, ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ തന്നെ കേൾക്കോളാം. അപ്പൊ മിസ് പറഞ്ഞു നമ്മളോട് മിസ് കേൾക്കോ, ലൈവ് ക്ലാസ് തന്നെ ക്യാൻസൽ ചെയ്ത് കളയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ മിസ്സിനെ ഇപ്പൊ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊരാളെ അവിടെ ക്ലാസ് കട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഭയങ്കര എടുത്ത് എനിക്ക് പകരം ആശ്വതി മിസ്സിനെ ഞാനിവിടെ കൊണ്ടുവന്നിരുത്തിയിരുന്നെങ്കിൽ ആ ക്ലാസ് നമ്മള് വെറുതെ വേറെ ടൈറ്റബിളൊക്കെ മൊത്തം പൊളിഞ്ഞ് ആകെ നാശമായിട്ടുണ്ടാവും. അപ്പൊ അത് മുഴുവൻ ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെയും. അപ്പൊ അത് ചെയ്തു വരുന്നിട്ട് അവസാനം എന്തായാലും ഇവിടെ വന്നപ്പോ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ടീച്ചർ വന്നിട്ട് ചിലപ്പോ വേണമെങ്കിൽ പറയും അയ്യോ മിസ്സായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു ലൈബ്രറി കയറാനായിട്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒബിയസ്ലി നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു ഫുൾ ചിലപ്പോ ടീച്ചർ ഇരുന്നേരുടെ ക്ലാസ്, ടീച്ചറിന്റെ ആക്ച്വലി ഉള്ള ക്ലാസ്സിൽ 10-75 പിള്ളേർ കയറുന്ന ക്ലാസ്സാണ് ഇന്നത്തെ 10:30 ക്ലാസ് ടീച്ചർക്കുള്ളത്. ആ 75 പിള്ളേർക്ക് കിട്ടേണ്ട ഒരു 1 hour ലൈവ് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും അത് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്, അതായത് ക്ലാസ് ആണ് ഇവിടെ നമ്മള് ഇതുപോലെ ഒരു ഇന്ററാക്ഷൻ അല്ല, അല്ലെങ്കിൽ സംശയങ്ങൾക്ക് മറുപടി അല്ല, അത് ആ ക്ലാസ് ആണ്. അപ്പൊ ആ ക്ലാസ് നമ്മൾ മിസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തി. ആലോചിച്ച് നോക്കി ആ ഒരു തമ്മിലുള്ള ആ ഒരു മണിക്കൂറിന്റെ ഒരു എന്താ പറയാ വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറ്റുമെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റും. 10:30 എന്ന് പറയുന്ന സമയം വീട്ടിലാണെങ്കിൽ ജോലിയുള്ള ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏകദേശം ആ സമയത്തും ആകുമ്പോഴേക്കും രാവിലത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരും. 10:30 മണിക്ക് മുകളിൽ കയറുക. എന്നിട്ട് നിങ്ങൾക്ക് അത്ര അർജന്റ് ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ആണെങ്കിൽ ജസ്റ്റ് ടീച്ചറോട് പറഞ്ഞിട്ട് ടീച്ചർ ഞാൻ ലീവ് ചെയ്യാണ്, എനിക്ക് പ്രത്യേകിച്ച് ആ ഭാഗത്ത് സംശയമൊന്നുമില്ല, ക്ലാസ്സുകളൊക്കെ ഓക്കെയാണ്, ഞങ്ങളെല്ലാം ഫോളോ ചെയ്തത്, ആ 2-3 സെന്റൻസ് പറഞ്ഞ് അങ്ങോട്ട് ലീവ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല.
മനസ്സിലായോ? അതൊന്ന് പറയുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം ഇന്ന്. അതായത് ടീച്ചേഴ്സ് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ വളരെ കുറവാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. പക്ഷെ അത് ഈ രീതി അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ ഞാനിപ്പോ പറഞ്ഞപ്പോ അവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? ഓപ്ഷൻ ടീച്ചർ പറഞ്ഞല്ലോ, അപ്പൊ ഒന്ന് കയറിയേക്കാം. അപ്പൊ കയറിയിട്ട് ടീച്ചർക്ക് സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. അത് ടീച്ചർക്ക് ഇട്ട് കൊടുത്തിട്ട് കുട്ടി വേണമെങ്കിൽ ലീവ് ചെയ്തോ, ബാക്കിയുള്ളവർ കേട്ടോട്ടെ. അപ്പൊ അവർക്കും അത് യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പിന്നീടായാലും അതിന്റെ റെക്കോർഡ് എടുത്ത് കേൾക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത് എല്ലാവരോടും കൂടി പറയുന്ന കാര്യമാണ് കേട്ടോ. യെസ്, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇന്ന് ഞാൻ വരാനുണ്ടായ റീസൺ അതുമാണ്. അതുപോലെ തന്നെ ആ റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഇത്രയും കാര്യം എനിക്ക് പറഞ്ഞു തരാനും പറ്റി. ചിലപ്പോൾ മറ്റു ടീച്ചേഴ്സ് അവർക്ക് ചിലപ്പോൾ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തരാൻ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വളരെ എഫക്റ്റീവ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് കൂടുതൽ ഏറ്റവും നല്ല അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും കാര്യം പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം, അഞ്ജലി നോക്കി വെച്ചോട്ടാ എത്ര പേര് നമുക്ക് അടുത്ത നെക്സ്റ്റ് ലാംഗ്വേജ് ക്ലാസ്സിൽ കയറുമെന്ന് നമുക്ക് കാണാം. ഓക്കെ, യെസ്. ഇനി ഞാൻ എന്റെ കഴിഞ്ഞു പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യം റെപ്രസെന്റേറ്റീവ് ആയിട്ട് അഞ്ജലി തന്നെ പറയണം, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഞാൻ വേറെ ആരെയും പിടിച്ചുകൊണ്ട് വരാൻ എനിക്ക് ഇവിടെ സമയമില്ല. അഞ്ജലി പറഞ്ഞോ, അഞ്ജലിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ പഠിപ്പിച്ച ഭാഗത്തുനിന്ന്? ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് ഞങ്ങൾക്ക് ഇനി കിട്ടേണ്ടത്. ഇംഗ്ലീഷിൽ ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ഫ്രണ്ട് ലൈൻ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ക്ലാസ് ആണ് ഞങ്ങൾക്ക് ഇനി കിട്ടേണ്ടത്. മാമിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ കിട്ടിയിട്ടില്ല, അതാണ് ഇനി വേണ്ടത്. അതെന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പോർഷൻ ആയതുകൊണ്ട് മാം തന്നെ ക്ലിയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമിന് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല. കഴിഞ്ഞ ക്ലാസ് വേറെ മിസ്സാ കയറിയത്. ഞങ്ങൾ അതും കഴിഞ്ഞപ്പോ 6th 7th 8th ആയി, 8th ചാപ്റ്റേഴ്സ് ആയി. അപ്പൊ ഈ 5th കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പൊ ഇത് നമ്മള് പഠിച്ചു വരുമ്പോ ആ സമയത്ത് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയില് ഇപ്പൊ അത് പോയി കിടക്കുക. ഫിഫ്ത് ചാപ്റ്റർ ആയിട്ട് ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ അതാണ് ഇനി കിട്ടേണ്ടത്. അത് കുറെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ലെക്ചർ നോട്ട് ഇതിന്റെ ഒപ്പം തന്നെ എഴുതി പോകുന്നതാ. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് മാം പറഞ്ഞപ്പോ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ മാമിനോട് കുറെ കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. അപ്പൊ ചോദിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്താ പറയാ, വെനസ്ഡേയില് മാമിന്റെ തന്നെ ക്ലാസ്സുകൾ നമുക്ക് തരാനായിട്ട് പറയാം. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഞങ്ങൾക്കത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് പോവാൻ പറ്റില്ലേ? അതൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാ. ശരിയാവില്ല. ഹോസ്പിറ്റാലിറ്റിയില് തീർച്ചയായിട്ടും കണ്ടിന്യൂവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. So how to use the language and how to handle the language is very important. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മിസ്സിനോട് പറഞ്ഞ അത് കഴിഞ്ഞപ്പോ അപ്പൊ ഇപ്പൊ എടുക്കുന്നത് വരെ ഒരുവിധമൊക്കെ ഞാൻ കണ്ടു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാൻ എന്നാലും ഇവിടെ എത്തും. ആ സമയമാകുമ്പോ ഞാൻ ക്ലാസ്സിൽ ആരും കേറില്ല എന്നറിയാം. അപ്പൊ നമ്മളെങ്കിലും ആരെങ്കിലും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവണല്ലോ. വെരി ഗുഡ് അഞ്ജലി, വെരി ഗുഡ്. അഞ്ജലി കൂടെ വന്നെങ്കിൽ ഇപ്പൊ നമ്മള് ക്ലാസ് നടത്താൻ പറ്റില്ലല്ലോ, നടത്താൻ പറ്റില്ല. ഞാൻ ഇന്ന് ഇവിടെ വാവല്ലേ, അപ്പൊ ഞങ്ങക്ക് അമ്പലത്തിലായിരുന്നു. 10:20-25 കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് വന്നത്. എന്നെ വിളിക്കരുത് വീട്ടിൽ നിന്ന് പറഞ്ഞത് വിളിക്കരുത്, എനിക്ക് ക്ലാസ് ആണ്, എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടാണ് ഞാൻ കേറുന്നത്. ഞാൻ ഒറ്റ ക്ലാസ് ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. വെരി ഗുഡ് അഞ്ജലി. ഞാൻ അവിടെ തന്നെ പഠിച്ചിരുന്നതാണ്. അത് കാരണം കൊണ്ട് എനിക്കറിയാം എത്രത്തോളം നിങ്ങള് ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നെ, എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയാവുന്നതാണുണ്ടാ. അതെ, നമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ വാക്ക് കൊടുത്തു നോക്കിയിരിക്കുമ്പോ ആ ഒരു സമയത്ത് മറ്റുള്ള ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ അതിന് ജോയിൻ ചെയ്തു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് എന്താന്ന് വെച്ചാൽ വന്നോ ചെയ്തൊക്കെ ചെയ്യുമ്പോ നമ്മള് അതിന്റെ മറ്റൊരു തലത്തിലുള്ള ആൾ അതിന് ഭയങ്കര കെയർലെസ് ആയിട്ട് വിട്ടു, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിലിട്ടാണ് നമ്മൾ ആലോചിക്കണം അല്ലെ, മറ്റേ ആളുടെയും അവരുടെ വാല്യൂ അല്ലെ, അവരുടെ വാല്യൂ, അവരുടെ ടൈം അവരുടെ സമയം വിലപ്പെട്ടതാണ് ടീച്ചേഴ്സിന്റെ. ഞാൻ അത് ആലോചിക്കാറ്. ആകെ ഒരു സെഷനെ ഞങ്ങൾക്ക് ലൈവ് കിട്ടുന്നുള്ളൂ. അതിന് ഞാൻ എല്ലാ പ്രാവശ്യവും വരുന്നത്. എനിക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഡൗട്ട് ഇല്ലാണ്ട് നമുക്കത് പഠിക്കാൻ പറ്റില്ല. ഈ വിഷയത്തില് നമ്മൾ അങ്ങനെ നോക്കിയ കാര്യമില്ല. ഇതിൽ ഡൗട്ട് എന്തായാലും വരും.
ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവരാണ്, ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഇതിലെല്ലാവരും കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് എല്ലാത്തിനും എനിക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്, ക്ലിയർ ചെയ്യാറുണ്ട്. അത് അതല്ലേ ബുധനാഴ്ച അവൻ കാത്തിരിക്കാറുണ്ട്. കാരണം നമുക്ക് കിട്ടുന്നത് ചാൻസ് അത് മാത്രമാണ്. അപ്പൊ നമ്മൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് സംശയങ്ങൾ വരും. നമ്മളത് എന്താ പറയാ, നമ്മൾ ഈ റെക്കോർഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് കൃത്യമായി കാണുന്നവർക്കാണ് എന്തായാലും സംശയം വരും. കാരണം ഇപ്പൊ ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുകയാണല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ ആ ഫേസ് ടു ഫേസ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ മിസ് അതെന്താ പറഞ്ഞ മിസ് ഒന്നുകൂടി അത് പറയുമോന്ന് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ നേരെ നേരെ ഇരിക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഇത് റെക്കോർഡാണ്, നമ്മളങ്ങനെ ആരും ചോദിക്കുന്നതായിട്ട് അവിടെ മനസ്സിൽ വരുന്നില്ല. പക്ഷെ എങ്കിലും നമ്മൾ 1, 2, 3 പ്രാവശ്യം ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് മിസ്സുമാരെ. പക്ഷെ അതിലും ഡൗട്ട്സ് വരും നമുക്ക്. ഇത് ഇങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. അത് അപ്പൊ നമുക്ക് ബുധനാഴ്ച ചോദിക്കാലോ എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിടും. അപ്പൊ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് മിസ് വരുമ്പോ അത് പോയിന്റ് ഔട്ട് ചെയ്ത് ടീച്ചർ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരും. 1 hour ഉണ്ട് നമുക്ക്, 1 മണിക്കൂർ പോലെ ഉണ്ട്. ആ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള എനിക്ക് തോന്നുന്ന ആവശ്യത്തിന് സമയമുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതുപോലെ റെക്കോർഡ് ഞാൻ വേറെ എടുക്കുന്നുണ്ട്. വേറെയാണ് എടുക്കുന്നത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ ഉള്ളതുകൊണ്ട് അത് കുറച്ച് ലെങ്തീമാണ്, കുറച്ച് കൂടുതലുണ്ട് പോർഷൻസ്. അപ്പൊ അതിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഇതില് അപ്പൊ കയറിയില്ല. അപ്പൊ ഞങ്ങള് അവിടെ ഇതുപോലെ റെക്കോർഡ്സ് എടുക്കുന്നുണ്ട്. ഇതുപോലെ ലൈവില് അവർക്ക് കൊടുക്കുന്നത് മൺഡേസിലാണ്. ഞാൻ അവരോട് ഇങ്ങനെ തന്നെ പറയാം. അവിടെ പിന്നെ 3-5 പേര് ലൈവ് ക്ലാസ്സില് 5 പേരെങ്കിലും ഉണ്ടാകും മിനിമം എങ്ങനെ വന്നാലും. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ തന്നെ പറയാം, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. അത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് റെഗുലറായിട്ട് റെക്കോർഡ്സ് കാണുകയും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സംശയം വരും. അവിടെ അങ്ങനെ സംശയമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ മാത്രമല്ല അത് കുറച്ച് ലെങ്തി ആണെങ്കിലും കുറച്ച് സിമ്പിൾ ആണ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ, ഓഫീസിനെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ വലിയ സംശയങ്ങളില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും, കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾക്ക് സംശയങ്ങൾ വരും. എന്താന്ന് വെച്ചാൽ ഇത് നല്ല പോലെ നമ്മള് സംശയങ്ങളും വരും. നമ്മള് ഓരോന്നോരോന്ന് കണക്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. കണക്ടിങ് ആണ് എല്ലാം. അതെ, കണക്ഷൻ പോയി കഴിഞ്ഞാൽ എല്ലാം പോകും അല്ലെ. എല്ലാം പോകും. അഞ്ജലി എനിക്ക് അതിന്റെ ഇടയിൽ എക്സാമും ഉണ്ട്. ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട് ഡിസ്റ്റന്റ് ആയിട്ട്. എവിടെ ചെയ്യുന്നേ? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില്. എവിടെയാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില്. ആണോ? എവിടെ വീട്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ഈ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഡിഗ്രി കൊടുക്കുന്നത്? എല്ലാവർക്കും ഉണ്ട്, ഓൾ കേരള ഉണ്ട്. ആണോ? അപ്പൊ അതെങ്ങനെയാണ് രജിസ്ട്രേഷൻ ഒക്കെ? അതിപ്പോ ഓപ്പൺ ആണ് സൈറ്റ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈറ്റ് വരും. അതിൽ വിളിക്കാൻ പറ്റും. അതിലൊരു കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. എല്ലാം പറഞ്ഞു. എല്ലാം ഉണ്ട്. ഞാനേ എന്റെ മോൻ +2 കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ അക്കൗണ്ടിങ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത്. ഡിഗ്രിക്കൊക്കെ 3-4 വർഷം പോകണ്ടേ. ഡിഗ്രിക്ക് ഇത് സാറ്റർഡേ സൺഡേസ് മാത്രമേ ക്ലാസ് ഉള്ളൂ ഡിസ്റ്റന്റ് ആയിട്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ നമ്മൾ വീടിനടുത്ത് ഏതാ കോളേജ് എന്ന് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് നമുക്ക് പോകണമെങ്കിൽ പോയാൽ മതി. അല്ലെങ്കിൽ നോട്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരിട്ട് തരും. ക്ലാസ് റെഗുലർ ക്ലാസ് ഇല്ല അവിടെ. സൺഡേസ് മാത്രമേ ക്ലാസ് ഉള്ളൂ. അല്ല, ക്ലാസ് അവര് തരുന്നുണ്ട്. സൺഡേസ് ക്ലാസ് തരുന്നത് എല്ലാം കവർ ചെയ്ത് പോണ പോലെയാ. എല്ലാ ക്ലാസ്സും അവർ എടുത്തു തരുന്നുണ്ട് നമുക്ക്. അവിടെ കണ്ടിന്യൂസ് 10 തൊട്ട് 3 മണി വരെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ആ ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ കമ്പൽസറി ആയിട്ട് ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇതുപോലെ തന്നെ ഓൺലൈൻ അവര് എടുത്തു തരാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓൺലൈൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാ. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അത്. അപ്പൊ ഓൺലൈൻ വേണ്ട, ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസമല്ല. ഇപ്പൊ ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അതിലും വളരെ കുറവാ കുട്ടികള്. ഞങ്ങൾ കുറച്ച് റെഗുലർ ഒരു 10-15 പേരുണ്ട്. അത് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് നോട്ട്സ് തരും. പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിനായിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ക്ലിയർ ചെയ്യാൻ പറ്റും.
സാറുമാര് സൗജന്യമായിട്ട് എടുത്തു തരുന്നുണ്ട് ഞങ്ങക്ക്. ആണോ? ഫ്രീ ആയിട്ട് ഒരു സാർ എടുത്തു തരുന്നുണ്ട്. ഞാൻ BA മലയാളം എടുത്തിരിക്കുന്നത്. ഈ 4 ഇയർ തന്നെയാണോ അതും? 4 ഇയർ UG ആണ് ഇപ്പോ. വേണമെങ്കിൽ തേർഡ് ഇയർ ആയിട്ട് ഇതായിട്ട് നമുക്ക് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യൂ ഉള്ളതാ, വാല്യൂഡ്. പിന്നെ ഇടയിൽ ആ എക്സാമും ഉണ്ട് എനിക്ക്. അത് ഇതുപോലെ തന്നെ മറ്റേ സെം എക്സാം ആണോ? സെം എക്സാം ആണ്. ഞാൻ ഫസ്റ്റ് സെക്കൻഡും കഴിഞ്ഞ് തേർഡും കഴിഞ്ഞ് ഇപ്പൊ ഫോർത്ത് സെമ്മിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. കഴിഞ്ഞ ഞായറാഴ്ച ഒരു എക്സാം ഉണ്ട്, ഈ ഞായറാഴ്ച ഒരു എക്സാം ഉണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ ഇതും കൂടെ മാനേജ് ചെയ്ത് പോണല്ലോ. അപ്പൊ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇനി ഡിഗ്രി പ്ലസ് ഈ ഒരു സാധനം കൂടി ഉണ്ടെങ്കിൽ. അതെ, ഞാൻ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മോണ്ടിസോറി കഴിഞ്ഞത് അവിടെ തന്നെ. അവിടെ തന്നെ മോണ്ടിസോറി പഠിച്ച ആളാ ഞാൻ. ആണല്ലേ? ഏത് ബാച്ചായിരുന്നു? MT4. കുറച്ച് ഇപ്പൊ എത്രയെന്നറിയോ? 21 അല്ലേ? 24 അങ്ങാണ്ടായി. ഞാൻ അവിടെ പഠിച്ചതാ. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു പറ്റില്ല. എറണാകുളം സൈഡിലൊക്കെ ആണെങ്കിൽ മോണ്ടിസോറിയുടെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് മാറിക്കാനുള്ളൊരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ഇതും കൂടെ പഠിക്കാം. ഏതിലാണ് എനിക്ക് കിട്ടുക എന്ന് വെച്ചാൽ പ്രിഫറൻസ് ഏതിലാണ് കൂടുതൽ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വിട്ട് നിൽക്കല് കുറച്ചും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏതിലാണെങ്കിലും അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചലഞ്ച് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ് ഞാൻ പഠിക്കുന്നത്. രണ്ടും കൂടെ പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ സാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും കയറുന്നത് കേട്ടോ. നമുക്ക് അതിനോട് ഭയങ്കര പാഷൻ ഉണ്ടോ പഠിക്കണം എന്ന്. അതെ, ഇപ്പൊ കണ്ടോ, രണ്ട് കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ജലിക്ക്. വെറുതെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പൊ ഉള്ള ടൈം മാക്സിമം യൂസ് ചെയ്യുക, അതും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് ഇപ്പൊ സൺഡേസിലെ എക്സാം ആണ്. ആ എക്സാമിന് അറ്റൻഡ് ചെയ്യണം. അതൊക്കെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അഞ്ജലി ഇവിടെ ഇപ്പൊ ഈ ലൈവ് ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്തേക്കണേ. അപ്പൊ അഞ്ജലിയുടെ മനസ്സിൽ തോന്നി ആരും ഉണ്ടായില്ല, ആകെ 2-3 പേരെ കയറാറുള്ളൂ. പക്ഷെ ആരും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ലൈവില് എങ്ങനെ ലൈവ് ക്ലാസ് നടക്കും എന്ന് അഞ്ജലിക്ക് തോന്നി. അതുകൊണ്ട് അഞ്ജലി ജോയിൻ ചെയ്തു. കണ്ടോ? അതെ, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നമുക്ക് ഈ ടീച്ചേഴ്സ് എന്തോരം വാല്യൂ ക്ലാസ് എടുത്തു തരുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം അതിന്റെ വാല്യൂ എന്താണെന്ന്. ഞാൻ അതുകൊണ്ട് ഞാൻ ഇന്ന് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ എന്തായാലും മാം വന്നിട്ട് ഇവിടുന്ന് ഇതാക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. അത് പറ്റില്ല. നമുക്ക് ക്ലാസ് ഉണ്ട്, പഠിക്കാനുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ എന്നാലും ലൈവ് ക്ലാസ് മിസ് ചെയ്യില്ല. അതെ, ലൈവ് ക്ലാസ് നമ്മൾ അതിനാണ് സെറ്റ് ചെയ്തത്. കാരണം നമുക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിലത്തെ നമുക്ക് 3-4 ക്ലാസ്സുകൾ ഒരുമിച്ച് ഇപ്പൊ രണ്ട് ഇതുണ്ട്. ആതിര മിസ്സിന്റെ അല്ല, അശ്വതി മിസ്സിന്റെ അല്ല, ആതിര മിസ്സിന്റെ 2 ചാപ്റ്റർ മാം എടുത്ത് കഴിയാറായിട്ടുണ്ട്. ഒരു മൊഡ്യൂൾ ഞങ്ങളുടെ തീരാറായി. 8th ചാപ്റ്റർ ആണ് ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പകുതി എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ പഠിപ്പും കൂടി ആയതുകൊണ്ട് അത് നടക്കണില്ല അങ്ങട്. എന്നാലും ഞാൻ പകുതി വരെ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ടേ, ഞാൻ ഇങ്ങനെ എഴുതുന്നതാ. ഞാനെല്ലാം നോട്ട് ചെയ്ത് വെക്കും. മാമിന്റെ ക്ലാസ് കാണും, അതിന്റെ കൂടെ ഇതിന്റെ മലയാളം പോലെ എഴുതി വെക്കും. അപ്പൊ നമുക്കത് പെട്ടെന്ന് നമുക്ക് കിട്ടൂലോ, നമുക്ക് മനസ്സിലാവൂലോ. അപ്പൊ മാം പറയണ അതുവരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഡേറ്റും ഓരോ കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് എഴുതുന്നതല്ല. ഇത് മുടക്കാറില്ല. പക്ഷെ എനിക്ക് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അതെ, നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി എന്തായാലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനത് അതില് ഇതാക്കുന്ന ഒരാളാണ്. സമയം നമ്മൾ വിചാരിച്ചുണ്ടാക്കാൻ പറ്റും. ഞാൻ രാത്രിയൊക്കെ ആയിരിക്കും മിക്കവാറും എന്റെ മറ്റേ ഡിഗ്രിയുടെ പഠിക്കുന്നത്. മിക്കവാറും രാത്രിയാ. കാരണം എനിക്ക് ഇത് പഠിക്കണം, അതിന്റെ ഒപ്പം ഇതും പഠിക്കണം, വീട്ടിലെ കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കാറുണ്ട്. ഞാൻ ഇവിടെ ഡിഗ്രിക്ക് പോകുമ്പോഴും അതെ, ഞാൻ തന്നെയാണ് ക്ലാസ്സിൽ പോവാറ്. മിക്കവാറും ക്ലാസ്സിലുണ്ടാവുന്നത് ഞാൻ തന്നെയായിരിക്കും. അതെന്താന്ന് വെച്ചാൽ നമ്മളെ പെട്ടെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇതുണ്ടല്ലോ. അതെ, അതിനെന്തായാലും ഗുണവും ഉണ്ടാവും ലാസ്റ്റ് അല്ലെ.
കാരണം നമ്മൾ ഞാനിപ്പോ ഫസ്റ്റും സെക്കൻഡും സെം കഴിഞ്ഞിട്ട് നല്ല മാർക്കുണ്ട്. റിസൾട്ട് വന്നു. 80% മാർക്കുണ്ട്. കൺഗ്രാജുലേഷൻസ് അഞ്ജലി. അത് കഴിഞ്ഞു ഇനി തേർഡ് സെമ്മിന്റെ റിസൾട്ട് വരണം. ഇതിന്റെ ഇടയിൽ അസൈൻമെന്റ്സ് ഉണ്ട്. 12 അസൈൻമെന്റ് എഴുതാണ്ടായിരുന്നു. അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണോ? അസൈൻമെന്റ് ഓൺലൈനാ. ആണോ? അതൊക്കെ ഭയങ്കര പാടാ. എന്താന്ന് വെച്ചാൽ 12 എണ്ണമുണ്ട്, 10 പേജ് വെച്ച് എഴുതാണ്ട്. അതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സാമിന്റെ ഇത് തരുള്ളൂ അവര്. എക്സാം എഴുതാൻ സമ്മതിക്കുള്ളൂ. അതൊക്കെ കറക്റ്റ് ആയിട്ട് പോണം. ഷെഡ്യൂൾ ചെയ്ത് നമ്മള് കറക്റ്റ്ലി പോയില്ലെങ്കിൽ അവര് അത് സമ്മതിക്കില്ല, എഴുതാൻ സമ്മതിക്കില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എക്സാം എഴുതുന്നത്. എന്തൊക്കെയാണ് അല്ലേ നമ്മള് വിചാരിക്കും, നമ്മളെല്ലാവരും നമ്മള് വിചാരിക്കും നമുക്ക് അങ്ങോട്ട് സമയമില്ലാത്ത അപ്പൊ ഇത് നോക്കിയേ, ഇതൊക്കെ കണ്ടാ പറയണേ. അതുപോലെ തന്നെയാണ് സമയമുണ്ട്. ഞാൻ സമയം ഉണ്ടാക്കി പഠിക്കുന്ന ആളാ. വീട്ടിലെ കാര്യങ്ങളുണ്ട്, എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ പഠിപ്പിനെ ഞാൻ ഒരിക്കലും സെക്കൻഡ് ഓപ്ഷൻ ആക്കിയിട്ടില്ല. ഫസ്റ്റ് ഓപ്ഷൻ പ്രയോറിറ്റി എന്റെ പഠിപ്പാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഞാൻ ഇരിക്കും. അടുക്കളയിലായാലും ജോലി ചെയ്യുമ്പോഴൊക്കെ ആയാലും ബുക്കും കൊണ്ട് പോവും. ആ സമയം പഠിക്കാലോ. പകുതി സമയം 5 മിനിറ്റ് നിൽക്കാൻ കിട്ടിയ ബുക്ക് എടുത്ത് അവിടെ പോയിരിക്കും. വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ട സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമ്പോ ഓർക്കുക, ഇങ്ങനെയും ഒരുപാട് സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നാണ്. ഞാനും അതെ, രാവിലെ തന്നെ എനിക്കും അതെ, ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 6 മണിക്ക് തുടങ്ങും എന്റെ ട്യൂഷൻ രാവിലെ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോ രാവിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം അവിടെ അമ്മച്ചിയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൈകളൊക്കെ അത് പുള്ളിക്കാരി വളരെ ഭംഗിയായി ചെയ്യുന്നത് എഴുതുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് ഞാൻ നോക്കില്ല എന്ന് മാത്രം. പക്ഷെ ട്യൂഷൻ അതുപോലെ രാവിലെ 6 മണിക്കുണ്ട്. ഒരു 9:45 9:45 വരെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ മാറി മാറി വരും. 2-3 ടീച്ചേഴ്സ് വരെ നമുക്ക് വരുന്നുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. അപ്പൊ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 9:45 ആകുമ്പോഴേക്കാണ് പിന്നെ ഇങ്ങോട്ടേക്ക് സ്മാർട്ട് സിറ്റിയിലേക്ക് വരാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാലും ഞങ്ങൾ 10:10 ഞാൻ ഇവിടെ എത്തും. 10:30 നമുക്ക് ഇവിടെ വരേണ്ടത്. പക്ഷെ എന്നാലും 10:10 നമ്മൾ റോഡിൽ കിടന്ന് എനിക്ക് ഇത് പിടിച്ചൊരു സ്ഥലത്ത് പോകുന്നത് ഇഷ്ടമല്ല. നമ്മൾ ചെന്ന് ക്ലാസ് എടുക്കാനാണ് അല്ലെ, നമ്മൾ കുറച്ച് ഫ്രഷ് ആകണം. മൈൻഡ് അല്ലെ, ബോഡിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിരിക്കണം. ഓടി അങ്ങോട്ട് വന്ന് ചാടി പറഞ്ഞ് ക്ലാസ്സിൽ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെ, നമ്മള് ഹറി ബറി ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ പുറത്തേക്ക് വരിക. അപ്പൊ അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ഇത്തിരി സമയം വേണം. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 10-20 മിനിറ്റ് മുമ്പേ എന്തായാലും ഇവിടെ എത്തും. എന്നിട്ട് ക്ലാസ് എടുക്കും. വീണ്ടും വൈകുന്നേരം 3:30 മണിക്ക് പോയാലും 4 മണിയാകുമ്പോൾ വീണ്ടും ക്ലാസ് ഉണ്ട്. ട്യൂഷൻ തന്നെ ഒരു 7 മണി വരെയൊക്കെ അങ്ങനെ പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ റൗണ്ട് ക്ലോക്ക് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയാണ്. അവിടെ മാമിനൊക്കെ കണ്ടൊക്കെയല്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്നേ. മിക്കവരും ആൾക്കാരും പറയാൻ കേട്ടോ, അങ്ങനെ ഒരു റോൾ മോഡലായിട്ടൊക്കെ കാണുന്ന കാര്യം. ട്യൂഷൻ പിള്ളേരൊക്കെ പറയേ, പിള്ളേര് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ ഡിഗ്രിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പറയും, മിസ്സിനെയൊക്കെ കണ്ട് പഠിക്കണം അത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലൊക്കെ തന്നെ പറയും. കാരണം നമ്മളിങ്ങനെ മടിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടി മൂലക്കിൽ ഇരുന്നിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ് അല്ലെ, ഇതൊക്കെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കണം. അത് തന്നെയാണ് ശരിക്കും വേണ്ടത്. നമ്മള് സമയം ഉണ്ടാക്കി ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നമ്മളിത് വിചാരിച്ചാൽ മതി. നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് നടന്നു കിട്ടും. അതെ അതെ, ശരി തന്നെയാണത്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ ഓരോ മിനിറ്റും എല്ലാവർക്കും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മിനിറ്റുകളാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് അടുത്ത വെനസ്ഡേ മുതൽ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കൂടാതെ റെക്കോർഡ് ക്ലാസ് എല്ലാം കാണുക കേട്ടോ. ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ എല്ലാം തന്നെ കാണുക. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് ലൈവ് ക്ലാസ്സിൽ വന്ന് മിസ്സുമാരോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോകുക കേട്ടോ. അപ്പൊ അതൊരു റിക്വസ്റ്റ് കൂടിയാണ്. അടുത്ത ദിവസം മുതൽ കുറച്ച് കൂടുതൽ കുട്ടികൾ ഇവിടെ കാണണം. ടീച്ചേഴ്സ് ഒന്ന് പറയണം കേട്ടല്ലോ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇനി അഞ്ജലിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ
അപ്പൊ നമുക്ക് ലീവ് ചെയ്താലോ എന്നാ? ലീവ് ചെയ്യാം. വേറെ ഒന്നുമില്ലല്ലോ അഞ്ജലി? ഇല്ല, അത് മാമിനോടൊന്ന് പറഞ്ഞാൽ മതി ആ ക്ലാസ് ഒന്ന്. കുറച്ച് സ്പെഷ്യൽ കയ്യടിയും. കാരണം ഒരുപാട് കാര്യങ്ങൾ ആള് എന്താ പറയാ സ്വന്തം വാല്യൂ മനസ്സിലാക്കാനും ഇനിയും തന്നെ വാല്യൂ കൂടുതൽ കൂട്ടാനും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എന്റെ മുമ്പിൽ അഞ്ജലി. അപ്പൊ അഞ്ജലിയെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആകാൻ പറ്റും അല്ലെ? അപ്പൊ അത് പറ്റണം. അതാണ് മനുഷ്യന്. നമ്മളിവിടെ കുറെ നാൾ വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് നമുക്ക് ഈ ലോകത്തുനിന്ന് പോകുന്നതല്ലേ നല്ലത് അല്ലെ? അപ്പൊ എല്ലാവരും നമ്മളെ ഓർക്കണം ആളുകൾ. കണ്ടോ, എത്ര നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ആളാണ്, എത്ര ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയണം. അതിനു വേണ്ടി തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ അവിടെ ശരിക്കും പുള്ളിയും ചോദിക്കും, നീ അവിടെ എന്ത് ചെയ്തത്? എന്നെ ഞാൻ അങ്ങോട്ട് വിട്ടതല്ലേ? ഇത്രയും ആയുസും തന്നു അല്ലെ? ഇത്രയും കാര്യങ്ങൾ തന്നു, എന്നിട്ട് നീ അവിടെ എന്ത് ചെയ്തു? ആർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഉണ്ടാവില്ല അല്ലെ? Okay. Okay, Anjali, thank you for joining. Bye. Thank you, Miss. Thank you.